Hello, good morning. നമുക്ക് VHSE ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ജസ്റ്റ് സിലബസ് ഡിസ്കഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് പോയം ജോൺ ഡണ്ണിന്റെ ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബാറ്റർ മൈ ഹാർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1633 1633 സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷനിലാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ലെക്ചർ നോട്ട് ആക്കിയിട്ട് ജസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം എഴുതാനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കേട്ടോ. പബ്ലിഷ്ഡ് 1633 ആഫ്റ്റർ 2 years after the death of John Donne. ഓക്കെ, 1631 ഡണ്ണ് അന്തരിക്കുന്നത്. 633 സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന കളക്ഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ, പ്രിന്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സോങ്സ് ആൻഡ് സോണറ്റ്സിന് പല എഡിഷൻസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് എഡിഷനിലാണ് നമ്മുടെ ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്ന സോണറ്റ്, അതായത് പോയം അതിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതേപോലെ തന്നെ ഈ സോങ്സ് ആൻഡ് സോണറ്റ്സിൽ ടോട്ടൽ 19 സോണറ്റ്സ് ആണുള്ളത്. 19 സോണറ്റ്സ് ആണുള്ളത്. അതിൽ 14ാമത്തെ സോണറ്റ് ആണ് നമ്മുടെ ബാറ്റർ മൈ ഹാർട്ട്. ഓക്കെ, യെസ്, 14th സോണറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള ബാറ്റർ മൈ ഹാർട്ട് എന്ന്. ഓക്കെ, ബാറ്റർ മൈ ഹാർട്ടില് ടോട്ടൽ 3 ഇമേജസ് ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കാണല്ലോ. ഓക്കെ, 1633 1633 ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോങ്സ് ആൻഡ് സോണറ്റ്സ് ആണ്. അതിൽ 14th സോണറ്റ് ആണ് നമുക്ക് നമ്മുടെ ഹോളി സോണറ്റ് ആയിട്ടുള്ള ഈ ബാറ്റർ മൈ ഹാർട്ട്. ടോട്ടൽ സോണറ്റ്സ് 19 സോണറ്റ്സ് ആണ്. ടോട്ടൽ 19 സോണറ്റ്സ് ആണ് അതിലുള്ളത്. അതിൽ 14th സോണറ്റ് ആണ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, യെസ്, ഇതിൽ ടോട്ടൽ 3 ഇമേജസ് ആണ്. ടോട്ടൽ 3 ഇമേജസ് ആണ് ഈ ഒരു പോയത്തിൽ കേട്ടോ. അതില് ഒന്നാമത്തെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പോട്ടർ ഓർ ക്രാഫ്റ്റ് മാൻ റിപ്പയറിംഗ് എ ഡാമേജ്ഡ് വെസൽ ആണെങ്കിൽ എഴുതിച്ചോളൂ. എ പോട്ടർ 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 എന്ന് പറഞ്ഞാൽ ഈ കലമൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആള്. ഓക്കെ, എ പോട്ടർ ഓർ ക്രാഫ്റ്റ് മാൻ റിപ്പയറിംഗ് എ ഡാമേജ്ഡ് വെസൽ, അതാണ് ഫസ്റ്റ് ഇമേജ്. ഫസ്റ്റ് ഇമേജ്. ഓക്കെ, രണ്ടാമത്തെ ഇമേജ് എന്ന് പറഞ്ഞാല് ഒരു മിലിറ്ററി ഇമേജ് ആണ്. ഫസ്റ്റ് ഇമേജ് നോട്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഇമേജ് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കാണ്. അതിൽ ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാല് എ പോട്ടർ ഓർ ക്രാഫ്റ്റ് മാൻ റിപ്പയറിംഗ് എ ഡാമേജ്ഡ് വെസൽ. രണ്ടാമത്തെ ഇമേജ് മിലിറ്ററി ഇമേജ് ആണ്. അതില് ഹി ഈസ് ലൈക്ക് എ ടൗൺ ക്യാപ്ചർഡ് ബൈ ദ എനിമി. ഓക്കെ, ഒന്ന് പോട്ടർ, ഫസ്റ്റ് വൺ പോട്ടർ ഓർ ക്രാഫ്റ്റ് മാൻ. രണ്ടാമത്തത് മിലിറ്ററി ആണ്, മിലിറ്ററി ഇമേജ് ആണ്. ആ മിലിറ്ററി ഇമേജിൽ എന്താണ്? ഹി ഈസ് ലൈക്ക് എ ടൗൺ ക്യാപ്ചർഡ് ബൈ ദ എനിമി. അദ്ദേഹം ഹി considered himself as a town and he is captured by the enemy. ആ ഒരു ഇമേജ് ആണ് രണ്ടാമത്തെ ഇമേജ്. മൂന്നാമത്തത് ഒരു സെക്ഷൽ ഇമേജ് ആണ്. സെക്ഷൽ ഇമേജ്. ഓക്കെ, ഈ മൂന്നാമത്തെ ഇമേജില് ഈ സെക്ഷൽ ഇമേജില് എ വുമൺ compelled to marry against her will. He is betrothed unto God എന്നാണ്. He is betrothed unto God എന്ന്. അപ്പൊ അതായത് എ വുമൺ compelled to marry a man, അതായത് God. ഓക്കെ, against her will, അതായത് അവർക്ക് ആഗ്രഹമില്ലാതെ, സോറി, ഗോഡിനെ അല്ല കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചിരിക്കുന്നത് പിശാചിനെയാണ്, സാത്താനെയാണ്. Okay, so a woman is betrothed to sin or Satan.
Okay, but he wanted to divorce. She wanted to get divorce from that Satan, and he wanted to marry. He wanted to marry God instead. എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ഇമേജ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഇമേജുകളാണ് ഇതിൽ ഉള്ളത്. അവിടെ ഒരു ബൈബിളില്, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റമെന്റില് ഒരു സംഭവമുണ്ട്. അതായത് പിന്നെ church is betrothed to God. Church is betrothed to God എന്നുള്ളൊരു സംഭവം. അപ്പൊ ആ ഒരു പിന്നെ ഇതിൽ നിന്നാണ് ഇദ്ദേഹം he himself has betrothed to he wants to marry God, and he himself is betrothed to എന്താണ് Satan, devil. Okay, അപ്പൊ അവിടുന്ന് so he wanted to get divorce from that devil and wanted to marry God എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അവിടെ the church is a bride. അപ്പൊ മൂന്ന് ഇമേജുകൾ പറഞ്ഞിട്ടോ, ടോട്ടൽ മൂന്ന് ഇമേജുകളാണ്. ഒന്ന് എ പോട്ടർ ഓർ ക്രാഫ്റ്റ്മാൻ, രണ്ടാമത്തത് മിലിറ്ററി ഇമേജ് ആണ്. മിലിറ്ററി ഇമേജിൽ he considers himself as a town and he wants God to ravish him, to attack him, to batter him. ഓക്കെ എന്നുള്ളതാണ് രണ്ടാമത്തേൽ പറയുന്നത്. മൂന്നാമത്തത് സെക്ഷൽ ടേംസിലാണ്. സെക്ഷൽ ടേംസിൽ എന്താണ് he is betrothed to a God's enemy. God's enemy എന്ന് പറഞ്ഞാൽ സാത്താനാണ്. So he is betrothed to God's enemy. He wanted to get divorce from that enemy and to marry God എന്നുള്ളതാണ് മൂന്നാമത്തെ ഇമേജ്. ഈ മൂന്ന് ഇമേജുകളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതിൽ സോണറ്റ് ആകുമ്പോൾ പിന്നെ ടോട്ടൽ 14 സോണറ്റ്സ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അതില് ഇത് ഇറ്റാലിയൻ അല്ലെങ്കിൽ പെട്രാർക്കൽ സോണറ്റ് സ്റ്റൈലിലാണ് എഴുതി. ഇറ്റാലിയൻ ഓർ പെട്രാർക്കൽ സോണറ്റ് സ്റ്റൈലാണ്. ഓക്കെ, ഈ ഇറ്റാലിയൻ സോണറ്റ്, പെട്രാർക്കൽ സോണറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റൈം സ്കീം നമുക്ക് കാണാം. എ ബി ബി എ സി ഡി ഇ സി ഡി ഇ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റൈൽ അല്ലെ. ഈ റൈം സ്കീം ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ റൈം സ്കീമിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ എ ബി ബി എ എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ സി ഡി ഇ എന്നല്ല. പക്ഷെ ഇതിൽ സി ഡി സി എന്നാണ് ഉള്ളത്. അപ്പൊ ഇതുവരെ ഓക്കെയാണ്. ഫസ്റ്റ് ഒക്ടേവ്, ഒരു ഒക്ടേവും രണ്ടാമത്തത് സെസ്റ്ററ്റ് അല്ലെ, സെസ്റ്ററ്റ് ആൻഡ് ഒക്ടേവ്. ഇങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളതാണ്. ഫസ്റ്റ് 8 ലൈൻസ് ഒക്ടേവ് ആണ്, ലാസ്റ്റ് 6 ലൈൻസ് സെസ്റ്ററ്റും ആണ്. പക്ഷെ ഇവിടെ ഒക്ടേവ് ഓക്കെയാണ്, സെസ്റ്ററ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സി ഡി ഇ എന്നുള്ളതിന് പകരം സി ഡി സി എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോയം കാണുന്ന സമയത്ത് നമുക്ക് പറയാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചേർച്ചിനെ കുറിച്ചിട്ടാണ്. ചേർച്ച് ഈസ് എ ബ്രൈഡ് ഇൻ ദിസ് പോയം ആൻഡ് ദ ചേർച്ച് ഈസ് ബിട്രോത്ഡ് ടു ഗോഡ്. ചർച്ച് ശരിക്കും ഗോഡിനെ വിവാഹം ചെയ്തതാണ് എന്നുള്ളൊരു സങ്കല്പം ന്യൂ ടെസ്റ്റമെന്റ്, ബൈബിളിലെ ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് he also wants to marry God, but he is betrothed to God's enemy, that is the devil എന്നുള്ളത് ഒരു ഇമേജ് കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ പോയത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ the poem is both a total surrender to an all powerful God. So he wanted to surrender himself to all powerful God. Okay, so എന്താണ് ദൈവത്തിന് മുഴുവനായിട്ടും വഴിപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. So he considers himself as a woman, not a man. He is a woman and God is the man or the one who married this, who wish to marry this woman. Okay, and an assertion of Dunn's personality. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, the poem is both a total surrender to an all powerful God and an assertion of Dunn's personality. The same paradox. ഇപ്പൊ നമുക്ക് ഇതിൽ ഒരു പാരഡോക്സ് കാണാം അല്ലേ? ഇതില് ഈ പാരഡോക്സ് എന്താണ്? വാട്ട് ഇസ് ദ പാരഡോക്സ് ഇൻ ദിസ് പോയം? ബാറ്റർ മൈ ഹാർട്ട് എന്നുള്ളതില്
അതായത് ഇദ്ദേഹം എന്താണ്, he wants God to ravish himself. He wants God to batter himself. അതായത് ബാറ്റർ എന്ന് പറഞ്ഞാൽ ഈ മരം കൊണ്ട് ഇടിക്കുകയാണ്. So he wants God to batter himself, and so that he will have refined himself, recreated. He will have reformed himself. അല്ലേ? അപ്പൊ അതായത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ തിന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് he wants violence from the part of God. ദൈവത്തിന്റെ അടുത്ത് നിന്ന് വയലൻസ് ആണ്. അതായത് അദ്ദേഹത്തെ ഇടിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഇടിച്ചിട്ട് അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് ഫിസിക്കൽ ടോർച്ചറിങ് ഉണ്ടെങ്കിൽ മാത്രം, ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഫിസിക്കൽ ടോർച്ചറിങ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നന്നാവാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് നന്നാവാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു പാരഡോക്സ്, ഇതൊരു പാരഡോക്സ് ആണ് അല്ലെ? ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നന്നാക്കും, അതൊരു പാരഡോക്സ് അല്ലെ? വേദനിപ്പിക്കുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ഐഡിയാസ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു പാരഡോക്സ് നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു പോയത്തിലൂടെ കാണാൻ പറ്റും. ആ പോയത്തിന്റെ പേരാണ് എ ഹിം ടു ഗോഡ് ദ ഫാദർ. A hymn to God the Father. God the Father. അദ്ദേഹത്തിന്റെ മറ്റൊരു പോയം. ഈ അതേ പാരഡോക്സ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പോയാണ് എ ഹിം ടു ഗോഡ് ദ ഫാദർ. അദ്ദേഹത്തിന്റെ വൈഫ് മരിക്കുന്നത് 1617 1670 അദ്ദേഹത്തിന്റെ വൈഫ് അന്തരിക്കുന്നത്. 1617 അദ്ദേഹത്തിന്റെ വൈഫ് അന്തരിക്കാണ്. വൈഫ് മരിച്ചതിന് ശേഷം അദ്ദേഹം ഭയങ്കര സാഡാണ്, ഡിസപ്പോയിന്റഡ് ആണ്. ഓക്കെ, അപ്പം അതിനുശേഷം ഇദ്ദേഹം എന്താണ്, ഫുള്ളായിട്ട് അതുവരെ ഇദ്ദേഹം എന്താണ്, നമ്മളിപ്പം ഡണ്ണിന് ഇയാളെ കുറിച്ചിട്ട് പറഞ്ഞു, മിൽട്ടനെ കുറിച്ചിട്ട് പറഞ്ഞു. മിൽട്ടൺ ബ്ലൈൻഡ് ആവുന്നത് അറ്റ് ദ ഏജ് ഓഫ് 44 ആണ്. 44-ാമത്തെ വയസ്സിലാണ് ബ്ലൈൻഡ് ആവുന്നത്. അങ്ങനെ ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് അദ്ദേഹം ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന പോയൊക്കെ. ഈവൻ ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് 1678 അല്ല, ഏതിലാണ്, 1666 ഈ പാരഡൈസ് ലോസ്റ്റ് എഴുതിയത്. 16 മനസ്സിലേക്ക് വരുന്നില്ലല്ലോ വർഷം. ആർക്കെങ്കിലും അറിയോ പാരഡൈസ് ലോസ്റ്റ് എന്ന് എഴുതിയിരുന്നത്? 78 ആണോ? ഓക്കെ, 67 ആണ് കേട്ടോ. 1667 ആണ്. 1667. ഓക്കെ, ശരി. അപ്പം ഈ ആ സമയത്ത് അദ്ദേഹം ഈ ടോട്ടൽ ബ്ലൈൻഡ് ആയ സമയത്താണ് ഈ ഒരു പാരഡൈസ് ലോസ്റ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്, എനിക്ക് കാഴ്ച ഉള്ള സമയത്ത് ഞാൻ നല്ല രൂപത്തിൽ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടും ദൈവം പറഞ്ഞതൊന്നും കേൾക്കാത്തത് കൊണ്ടുമുള്ള ഒരു പണിഷ്മെന്റ് ആയിരിക്കും എനിക്ക് ഇത് കിട്ടിയത് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം അതിൽ പറയുന്നത്, ആ പോയത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ മരണത്തിന് ശേഷം 1617, അദ്ദേഹം മരിക്കുന്ന 1633, 617 വൈഫ് മരിക്കാണ്. അങ്ങനെ വൈഫിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഫുള്ളായിട്ടും ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിനോട് അടുക്കാനുള്ള ഒരു അദ്ദേഹത്തിന്റെ ശ്രമമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ he compares God with a thinker and himself with a potter. അപ്പോൾ കമ്പാരിസൺ, he compares God to a thinker. ദൈവത്തെ ഒരു തിങ്കർ, ഒരു ചിന്തകനായിട്ട്, അദ്ദേഹത്തെ ഒരു പോട്ടായിട്ടും അദ്ദേഹം കണക്കാക്കുന്നു. ഓക്കെ, he compares God to a thinker and himself with a pot. അദ്ദേഹത്തിന്റെ സോളിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് വിത്ത് എ ടൗൺ. സോളിനെ ടൗൺ. ഓക്കെ, ഗോഡ്, തിങ്കർ, ഹിംസെൽഫ്, പോട്ട്, അദ്ദേഹത്തിന്റെ സോള് ഒരു ടൗണുമായിട്ട് അദ്ദേഹം കമ്പാരിസൺ ആണ്. ടിങ്കർ ആണല്ലേ, സോറി, ടിങ്കർ അല്ല, ടിങ്കർ ആണ്.
തിങ്കർ ആണ്. ഓക്കെ, യെസ്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ലാംഗ്വേജ് ഹാസ് ദ സെയിം ഇന്റൻസിറ്റി വിത്ത് മൂഡ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ഈ പോയത്തിന്റെ മൂഡ് ആൻഡ് എക്സ്പീരിയൻസ്, അപ്പൊ അതിന്റെ അതേ ഒരു ഇന്റൻസിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈല് ഗ്രാൻഡ് സ്റ്റൈലാണ്. ഗ്രാൻഡ് സ്റ്റൈലാണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗ്രാൻഡ് സ്റ്റൈലിന് പേര് കേട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ പിന്നെ ഇദ്ദേഹം അല്ലേ, ജോൺ ഡൺ. അപ്പൊ അതേപോലെ തന്നെ ഈ ജോൺ ഡണ്ണിന്റെ ഗ്രാൻഡ് സ്റ്റൈലിന് മറ്റൊരാള് പേര് കേട്ടിട്ടുണ്ടല്ലോ, ആർക്കും പറയാൻ പറ്റുമോ ആരാണ് ഗ്രാൻഡ് സ്റ്റൈൽ? മിൽട്ടൺ ആണല്ലേ ഗ്രാൻഡ് സ്റ്റൈല്. ഓക്കെ, പക്ഷെ ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈല് ഗ്രാൻഡ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെയിം മൂഡ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദാറ്റ്, ദ മൂഡ് ആൻഡ് എക്സ്പീരിയൻസ്, അതിന് പറ്റിയ ഒരു ലാംഗ്വേജ് ആണ് അതിൽ ഉപയോഗിച്ചത്. പിന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഈ ഹോളി ട്രിനിറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഹോളി ട്രിനിറ്റിയിൽ ആരൊക്കെയാണ് വരുന്നത് ചോദിച്ചാൽ ഗോഡ്, ജീസസ്, ഹോളി ക്രൈസ്റ്റ്, ഹോളി ഗോസ്റ്റ്, ഹോളി ക്രൈസ്റ്റ് അല്ല, ഹോളി ഗോസ്റ്റ്. ഓക്കെ, ഈ മൂന്നാൾക്കാരാണ് ഇതില് ട്രിനിറ്റി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഗോഡ്, ജീസസ് ആൻഡ് ഹോളി ഗോസ്റ്റ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഹോളി ട്രിനിറ്റിയിൽ വരുന്നത്. അതായത് 3% ഗോഡ് എന്നാണ് അതിൽ ഉപയോഗിക്കുന്ന വേർഡ്. 3%, അത് ഹോളി ട്രിനിറ്റിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഇതില് സ്പീക്കറിന്റെ റാഷണൽ സ്റ്റൈൽ, റാഷണൽ യുക്തിബോധം എന്ന് പറയുന്നത് അത് എന്താണ്, ഇറ്റ് ഈസ് ഇൻ കൺട്രോൾ. ഓക്കെ, യുക്തിബോധമല്ല. യുക്തിബോധം ദൈവം വന്നിട്ട് ഒരു ഈ ശരിക്കും ഈ ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മരക്കഷ്ണങ്ങളാണ്, മരത്തിന്റെ തടിയാണ്. ഈ മരത്തിന്റെ തടി കൊണ്ട് പണ്ട് കോട്ടകളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട്, കോട്ടകൾ നല്ല നല്ല ഭയങ്കരമായിട്ടുള്ള വാതിലുകളൊക്കെയാണ് ഈ കോട്ടകൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് തകർക്കണമെങ്കിൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തടി കൊണ്ടുവന്നിട്ട് ഒരുപാട് സോൾജിയേഴ്സോ ആരെങ്കിലും ആളുകൾ, ഇവരുടെ എനിമീസ് എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ച് തൂക്കി കൊണ്ടുവന്നിട്ട് ഒരുമിച്ചിട്ട് ഒറ്റ അറ്റാക്ക്. അപ്പൊ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ കോട്ടയുടെ വാതിലുകൾ പൊളിഞ്ഞു പോകും. അപ്പൊ അതാണ് ഈ ബാറ്ററിങ്. അപ്പൊ ആ രൂപത്തിൽ ബാറ്റർ. സോ ഹി വാണ്ടഡ് ഗോഡ് ടു ബാറ്റർ ഹിസ് ഹാർട്ട്. അദ്ദേഹത്തിന്റെ ഹൃദയം, അങ്ങനെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പോയത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. കുറെ കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. ഈ 3 ഇമേജസ്, 3 ഇമേജസ് ഏതൊക്കെയാണ്? ഒന്ന് പോട്ടർ ഓർ ക്രാഫ്റ്റ്മാൻ, രണ്ടാമത്തത് മിലിറ്ററി, മൂന്നാമത്തത് സെക്ഷൽ ടേം. മിലിറ്ററിയിൽ ഏതാ എന്നത്? മിലിറ്ററിയിൽ അസേർബ്ഡ് ടൗൺ, അതായത് സോൾജിയേഴ്സ് പിടിച്ചടക്കിയ ഒരു ടൗൺ പോലെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്, സ്വയം കണക്കാക്കുന്നത്. സെക്ഷൽ ടേംസിൽ അദ്ദേഹം ഒരു ബ്രൈഡ് ആയിട്ട്, ഹി കൺസിഡർഡ് ഹിംസെൽഫ് ആസ് എ ബ്രൈഡ്. യെസ്. പിന്നെ അതുപോലെ പെട്രാർക്കൻ സോണറ്റ്, അതിന്റെ ലാസ്റ്റ് ലൈനിലുള്ള വ്യത്യാസം, ലാസ്റ്റ് സെസ്റ്ററ്റിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കേട്ടോ. ഓക്കെ, നമുക്ക് പോയത്തിലേക്ക് പോവാണേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ഓക്കെ, ഡണ്ണിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡിയ ആണ്. പക്ഷെ ഈ ഡണ്ണിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് അറിയോ, ഇത് ഈ ഇന്റർവ്യൂവിനൊക്കെ നല്ലോണം ചോദിക്കുന്നുണ്ട്. ജോൺ ഡണ്ണിനെ കുറിച്ചിട്ട് നല്ലോണം ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം തന്നെ ജോൺ ഡണ്ണിനെ കുറിച്ചിട്ട്. ജോൺ ഡൺ വാസ് ബോൺ ഇൻ 1572 in London, England. Okay, he is known as the founder of metaphysical poets. Metaphysical poets എന്താണെന്ന് നമുക്കറിയാം. It's a term created by Samuel Johnson as an 18th century English essayist, poet and philosopher. ഇതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഓക്കെ,
അദ്ദേഹത്തിന് ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ടേം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? സാമുവൽ ജോൺസൺ ആണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന്. ഓക്കെ, അത് ശരിക്കും 18th സെഞ്ചുറി ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, ഫിലോസഫർ ആണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ 18th സെഞ്ചുറി എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാം. സോ പിന്നെ ഇതിൽ ആരൊക്കെയാണ് മറ്റ് പിന്നെ മെമ്പേഴ്സ് എന്നുള്ളത് ആലോചിച്ച് നോക്കാം. ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷ, ആൻഡ്രൂ മാർവൽ, ജോൺ ക്ലീവ്ലാൻഡ്, ഈ ആളുകൾ ഇതിൽ പെടുന്നുണ്ട്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും ഇന്റർവ്യൂ ഒക്കെ നമ്മൾ മോക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തിയ സമയത്ത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാം നമ്മുടെ ഡണ്ണിനെ തന്നെയാണ് പറയാം. പക്ഷെ ബാക്കിയുള്ള ആളുകളൊന്നും കിട്ടൂല. അപ്പൊ അത് ആലോചിച്ച് വെക്കണം. ജോർജ് ഹെർബർട്ട്, അതുപോലെ റിച്ചാർഡ് ക്രാഷ, ആൻഡ്രൂ മാർവൽ ആൻഡ് ജോൺ ക്ലീവ്ലാൻഡ്. അപ്പൊ ഈ ആളുകളൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇവരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ജോർജ് ഹെർബർട്ട്, ക്ലീവ്ലാൻഡ് വരെ, റിച്ചാർഡ് ക്രാഷ, ആൻഡ്രൂ മാർവൽ ആൻഡ് ജോൺ ക്ലീവ്ലാൻഡ്. അപ്പൊ ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ജോൺ ഡണ്ണനെ തന്നെയാണ്, പിന്നെ ഹെർബർട്ട്, പിന്നെ ക്രാഷ, ആൻഡ്രൂ മാർവൽ ആൻഡ് ജോൺ ക്ലീവ്ലാൻഡ്. Metaphysical poets are known for their images, subtle argument, inventive syntax, and imagery from art, philosophy, and religion, using an extended metaphor known as conceit. അപ്പൊ നമുക്ക് ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് കൺസീറ്റിനെ കുറിച്ചിട്ടും പറയും അല്ലേ? കൺസീറ്റിനെ കുറിച്ചിട്ട് പറയും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതായത് പാരഡോക്സിക്കൽ ഇമേജസ് അവർ ഉപയോഗിക്കുന്നു. പാരഡോക്സിക്കൽ ഇമേജസ്, സബ്റ്റിൽ ആർഗ്യുമെന്റ്സ് അവർ ഉപയോഗിക്കുന്ന അവരുടെ മറ്റൊരു സവിശേഷതയാണ് സബ്റ്റിൽ ആർഗ്യുമെന്റ് ഉപയോഗിക്കുന്നത്. ഇൻവെന്റീവ് സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഈ സെന്റൻസ് കൺസ്ട്രക്ഷൻ. അപ്പൊ അത് പലതരത്തിലുള്ള അവരുടേതായിട്ടുള്ള ഇൻവെൻഷനും അതിൽ കാണിക്കുന്നുണ്ട്. ഇമേജറി ഫ്രം ആർട്ട് അല്ലെ, ഇമേജറി ഫ്രം ആർട്ട്, ഇത് അതുപോലെ ഫിലോസഫി, ഇതിൽ നിന്നൊക്കെ ഇമേജറി അവർ എടുക്കുന്നുണ്ട്. ആൻഡ് റിലീജിയസ് ഇമേജറി നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ബാറ്റർ മൈ ഹാർട്ട്. ഓക്കെ, പിന്നെ എക്സ്റ്റെൻഡഡ് മെറ്റഫർ, അതായത് കൺസീറ്റ്. എക്സ്റ്റെൻഡഡ് മെറ്റഫർ തന്നെയാണ് ഈ കൺസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, പാരഡോക്സ് ചിലപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് സിലോജിസം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതില് 3 എണ്ണം തന്നിട്ട് ഇതില് ഈ പിന്നെ ഇതിലല്ലാത്തത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിന്റെ പ്രത്യേകതകൾ ഇത് ഒരു ഉദാഹരണമായിട്ട് പറയാം. സോ വിച്ച് അമംഗ് ദം have been considered as the speciality of metaphysical poets എന്ന് പറഞ്ഞിട്ട് പാരഡോക്സിക്കൽ ഇമേജസ് ആൻഡ് കൺസീറ്റ്, പിന്നെ അതുപോലെ തന്നെ സബ്റ്റിൽ ആർഗ്യുമെന്റ് ആൻഡ് ഇൻവെന്റീവ് സിൻടാക്സ്, ഇമേജറി ഫ്രം ആർട്ട്, ഫിലോസഫി ആൻഡ് റിലീജിയൻ എന്നുള്ളൂ. ഓക്കെ, പിന്നെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അതിലടിയിൽ കൊടുക്കുക. ഫസ്റ്റ് എ ആൻഡ് ബി, പിന്നെ എന്താണ് ബി ആൻഡ് സി, സി ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ആൻഡ് പിന്നെ ലാസ്റ്റ് നൺ ഓഫ് ദീസും കൊടുക്കും. അപ്പൊ ആ സമയത്ത് ഇതിൽ ഏതൊക്കെയാണ് ഉള്ളത് കൃത്യമായിട്ട് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തൊടാൻ കഴിയില്ല. അതാണ് പ്രശ്നം. തൊട്ടിട്ടുണ്ടെങ്കിൽ മൈനസിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കണം. ആരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ആൻഡ്രൂ മാർവൽ ആൻഡ് ക്ലീവ്ലാൻഡ്. ഓക്കെ, ഇത്രയും ആൾക്കാരെ പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ? പാരഡോക്സിക്കൽ ഇമേജസ്, സബ്റ്റിൽ ആർഗ്യുമെന്റ്, ഇൻവെന്റീവ് സിൻടാക്സ്, ഇമേജറി ഫ്രം ആർട്ട്, ഫിലോസഫി ആൻഡ് റിലീജിയൻ, ആൻഡ് ലാസ്റ്റ് കൺസീറ്റ്. കൺസീറ്റ് പിന്നെ എല്ലാവർക്കും കിട്ടും, അത് പഠിക്കണമെന്നില്ല, എല്ലാവർക്കും ഉണ്ടാവും, കിട്ടും. ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വെക്കാം. Okay, Dunn reached beyond the rational and hierarchical structures of the 17th century with his exacting and ingenious conceit. നമുക്കറിയാം അല്ലെ, കൺസീറ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണ്. അദ്ദേഹത്തിന്റെ ജോൺ ഡണ്ണിന്റെ വാലിഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ് അല്ലെ, കാനനൈസേഷൻ, ഇതിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന
മെറ്റഫർ, കൺസീറ്റ് ഒക്കെ അറിയാം അല്ലെ, കോമ്പസിന്റെ കൺസീറ്റ് അല്ലെ, പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റലിന്റെ കൺസീറ്റ്, ഗോൾഡിന്റെ കൺസീറ്റ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. John Donne entered the world during a period of theological and political unrest for both England and France. A Protestant massacre occurred on Saint Bartholomew Day in France. അപ്പൊ ഇതില് നോക്കണേ, പിന്നെ ഈ ഇദ്ദേഹം ജനിച്ച ആ ഒരു സമയം, Donne entered the world during a period of theological and political unrest for both England and France. തിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, നമുക്കറിയാം 100 years war വാസ് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. തൊട്ടടുത്ത രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും. അതിന്റെ ഇടയിൽ ഒരു ഡോവർ എന്ന് പറയുന്ന കടലിൽ, ഡോവർ ബീച്ച് അല്ലെ, കേട്ടില്ലേ? അപ്പൊ ഇവർ ഭയങ്കര ശത്രുക്കളായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ഫൈറ്റിന്റെ സമയത്താണ് ജോൺ ഡൺ ഒക്കെ ജനിക്കുന്നത്. And a Protestant massacre occurred on Saint Bartholomew Day in France. ഫ്രാൻസിൽ സെയിന്റ് ബാർത്തലോമിയോ ഡേന്റെ അന്ന് ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ട്. അപ്പൊ ആ സമയത്താണ് ശരിക്കും ഡണ്ണ് ജനിക്കുന്നത്. എന്നാൽ ഇംഗ്ലണ്ടില് കാത്തലിക്സ് were the persecuted minority. ഇംഗ്ലണ്ടിലാണെങ്കിൽ കാത്തലിക്സ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മറ്റോടത്ത് പ്രൊട്ടസ്റ്റൻസും ക്രിസ്ത്യാനിറ്റിയിലുള്ള 2 വിഭാഗമാണ്, പ്രൊട്ടസ്റ്റൻസ് ആൻഡ് കാത്തലിക്സ്. അപ്പൊ ഇവർക്കൊക്കെ പ്രശ്നങ്ങളുള്ള ആ ഒരു സമയത്താണ് നമ്മുടെ ജോൺ ഡണ്ണ് ജനിക്കുന്നത്. എന്നാൽ born into a Roman Catholic family, Donne's personal relationship with the religion was tumultuous and passionate and at the center of much of his poetry. അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മതവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നഭരിതമായിട്ട് നിൽക്കുകയാണ്, വളരെ പാഷനേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ മതം അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഒക്കെ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ഡിഗ്രി പോലും അദ്ദേഹം അവിടെ നിന്ന് എടുത്തിട്ടില്ല. കാരണം he would have meant subscribing to the 39 articles, the doctrine that defined Anglicans. Okay, അത് ഇതിലെ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിരുന്നു. ഏതായാലും വേണ്ടില്ല, അദ്ദേഹം ഒരു ഡിഗ്രി എടുത്തിട്ടില്ല ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും, അവിടെ പഠിച്ചു എന്നല്ല. ഹോളി സോണറ്റ്സ് നമുക്ക് ലൈൻസ് പറയേണ്ട ആവശ്യമില്ല. സോണറ്റ് ആയതുകൊണ്ട് 14 സോണറ്റ്സ് ഉണ്ടാവും, 14 ലൈൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്ക് പോവാം. ഓക്കെ, ഹോളി സോണറ്റ്സ്, ബാറ്റർ മൈ ഹാർട്ട്. ഇതിന്റെ കളക്ഷൻ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നതാണ് കേട്ടോ. പബ്ലിക്കേഷൻ ചോദിക്കാറുണ്ട് 1633, 1633, after 2 years after the death of John Donne. Batter my heart, 3% God for you, as yet but not breathe, shine and seek to mend, that I may rise and stand. Overthrow me and bend, you are forced to break, blow, burn and make me new. I, like an usurped town to another due, labor to admit you, but oh, to no end. Reason, your viceroy in me should defend, but in captivity and proves weak or untrue. Yet dearly I love you and would be loved fain, but am betrothed unto your enemy. Am betrothed unto your enemy. Divorce me, untie or break that knot again. Take me to you, imprison me, for I, except you enthrall me, never shall be free, nor ever chaste, except you ravish me. അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു പോയത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഡണ്ണ് പറയുന്നത് എന്താണ്. ഓക്കെ, ഡണ്ണ് പറയുന്നത് എന്താണ്? അദ്ദേഹം ദൈവത്തോട് പറയുന്നത് അദ്ദേഹത്തിനെ ബാറ്റർ ചെയ്യൂ,
അദ്ദേഹത്തിനെ പണിഷ് ചെയ്യും. ഹി വാണ്ട്സ് ഗോഡ് ടു പണിഷ് ഹിംസെൽഫ്. അദ്ദേഹത്തിനെ പണിഷ് ചെയ്താൽ മാത്രമേ ഇദ്ദേഹം നന്നാവൂ, എന്നെ നന്നാക്കൂ എന്നാണ് ദൈവത്തോട് പറയുന്നത്. ഓക്കെ, അതിൽ 3 ഇമേജുകൾ പറഞ്ഞത്, ഒരു പോട്ടർ, ഒരു മിലിറ്ററി, ഒരു സെക്ഷൽ ഇമേജ്. അങ്ങനെ 3 ഇമേജുകളിലൂടെ അദ്ദേഹം ഈ ദൈവത്തോട് പറയാണ്, ഇദ്ദേഹത്തിനെ റിഫൈൻ ചെയ്യൂ, ഇദ്ദേഹത്തിനെ എന്താണ് മോഡിഫൈ ചെയ്യൂ, ഇദ്ദേഹത്തിനെ നന്നാക്കൂ. ഇദ്ദേഹം ഈസ് ബിട്രോത്ത്ഡ് ടു എന്താണ് ഗോഡ്സ് എനിമി, ടു യുവർ എനിമി എന്ന് പറഞ്ഞാൽ ഗോഡ്സ് എനിമി. ഗോഡിന്റെ എനിമി ആരാണ്? പിശാചാണ്, ഡെവിളാണ്. സോ ഹി ഈസ് ബിട്രോത്ത്ഡ് അൺടു യുവർ എനിമി. അതായത് ഞാൻ നിന്റെ ശത്രുവിനെ ഓൾറെഡി കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞാൽ he is with the devil's party now. He is with the devil's party now. So he wants to go away from that devil's party and to be united with God. ദൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം, ഞാൻ പറഞ്ഞു 1617 അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അതിനുശേഷം he is trying to be one with God. ദൈവത്തോട് അടുക്കാനും ദൈവവുമായിട്ട് കൂടിച്ചേരാനുമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പോയത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ്, അല്ലെ? ബാറ്റർ മൈ ഹാർട്ട്, എന്റെ ബാറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബാറ്റർ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഇറ്റ് ഈസ് എ war trick in which the militants or the enemies try to break through the fort, and they want to ravish the doors of the fort. അതായത് ഈ കോട്ടകളുടെ വാതില് തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ബാറ്ററിങ് എന്ന് പറയുന്നത്. സോ ഹി ഓൾസോ വാണ്ട് ഈ ഒരു ദേ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ജോൺ ഡൺ പറയാണ്, ഹി വാണ്ട്സ് ഗോഡ് ടു ബാറ്റർ ഹിസ് ഹാർട്ട്. അപ്പൊ ഈ ബാറ്ററിങ് ഹിസ് ഹാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ മറ്റൊരു ഇമേജ്. സോ ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ഹിസ് ഹാർട്ട് ആസ് എ ഫോർട്ട്, അല്ലെ? ഫോർട്ട് പോലെ അദ്ദേഹം കണക്കാക്കിയിട്ട് അതിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് ദൈവത്തോട് അദ്ദേഹം പറഞ്ഞത്, ബാറ്റർ മൈ ഹാർട്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് അടുത്ത ഒരു അതേ ലൈനിൽ തന്നെ അടുത്ത സെക്ഷൻ നോക്കൂ. 3% ഗോഡ്. 3% ഗോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതിൽ ആരൊക്കെയാണ്? ട്രിനിറ്റിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹോളി ട്രിനിറ്റിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ്? ഗോഡ്, ജീസസ് ആൻഡ് ഹോളി ഗോസ്റ്റ്. ഈ 3 പേരാണ് 3% ഗോഡ്, അതായത് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ. ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ്, for you as yet but knock. നീ എന്താ ചെയ്യേണ്ടത്? knock, breathe, shine and seek to mend. knock for you as yet but knock, breathe, shine and seek to mend. അതായത് ഇദ്ദേഹം പറയാണ്, വാതിൽ മുട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. നോക്കിംഗ്, ബ്രീത്തിങ്, ഷൈനിങ് and seek to mend. So he wants to mend himself. അതായത് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയാൽ മാത്രം പോരാ, അത് he wants to shine himself. He wants to breathe easily. He wants to God to knock his heart. He wants to breathe easily. He wants to shine himself and he wants to mend his soul. ഹൃദയം നന്നാക്കണം, അദ്ദേഹത്തിന്റെ ആത്മാവ് നന്നാക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് അദ്ദേഹം കൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, വെറുതെ വന്നിട്ട് എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. അത് അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാണത്? ആ ലക്ഷ്യങ്ങളാണ് പറഞ്ഞത്. ഈ നോക്കിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗോഡിനോട് പറയാണ്, നോക്ക് ഹിസ് ഹാർട്ട്. ആൻഡ് രണ്ടാമത്തത് ബ്രീത്ത്, അത് ഹിംസെൽഫ് ആണ്. അദ്ദേഹം he wants to breathe easily, shine himself and seek to mend. He wants to mend his heart. അതായത് അദ്ദേഹത്തിന് കേടുവന്ന സംഭവമാണ്. ഹൃദയം കേടുവന്നിട്ടുണ്ട്, സോള് കേടുവന്നിട്ടുണ്ട്. സോ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ദൈവത്തോട് കൽപ്പിക്കുക. അപ്പൊ ഈ നന്നാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അതായത് ബാറ്ററിങ്. അദ്ദേഹത്തിന് ഇടിച്ചു കയറണം. അല്ലാതെ സാധാരണ വന്നിട്ട് ഇങ്ങനെ ഉപദേശം ചൊല്ലിയൊന്നും കാര്യമില്ല. നീ നന്നാവുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നോക്കൂ, that I may rise and stand, അല്ലേ?
ഇനി ഇത് അതിന്റെ ബാക്കി തന്നെയാണ്. that I may rise and stand. ഇങ്ങനൊക്കെ ചെയ്താൽ ഞാൻ ഉണർന്നിരിക്കും, നന്നാവും. റൈസ് ആൻഡ് സ്റ്റാൻഡ്. ഇപ്പൊ ആകെ പെട്ടിരിക്കാണ്. ഇപ്പൊ ഞാൻ എണീറ്റ് നിൽക്കുന്നില്ല. ഐ ആം ജസ്റ്റ് ബോർഡ് വിത്ത് മൈ സിൻസ്. അല്ലെ, എന്റെ ഒരുപാട് പാപങ്ങൾ നിറഞ്ഞ ആളാണ്. ഞാനിപ്പോ ആകെ തളർന്നിരിക്കുകയാണ്. അങ്ങനെ ബാറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ബാറ്റർ മൈ ഹാർട്ട്, ഇഫ് യു എൻ്റർ മൈ ഹാർട്ട്, അല്ലെ, ഐ ക്യാൻ ബ്രീത്ത്, ഐ ക്യാൻ ഷൈൻ, ഐ ക്യാൻ മെൻഡ് മൈസെൽഫ്. ഓക്കെ, എന്നിട്ട് പറയാണ് that I may rise and stand. എന്നിട്ട് എനിക്ക് നീ, if you batter my heart, if you come to my heart, I can rise and stand alone. അല്ലേ, ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കാൻ പറ്റും. ഇനി ഇദ്ദേഹം പറയാണ് overthrow me and bend your foes. overthrow me. എന്നിട്ട് ബാറ്റർ ചെയ്താൽ മാത്രം പോരാ, എന്നെ കീഴടക്കണം, എന്നെ ഓവർത്രോ ചെയ്യണം. overthrow me and bend your foes to break, blow and burn and make me new. നിന്റെ ശക്തി എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, you must break me, blow me, burn me. break, blow, burn. എന്താ പറയാ, ഏത് പോറ്റിക് ഡിവൈസ് അവിടെ ഉപയോഗിച്ചത്? ബ്രേക്ക്, ബ്ലോ, ബേൺ. ഏതാ? അലിറ്ററേഷൻ അല്ലേ സർ? അലിറ്ററേഷൻ അല്ലേ? ഫസ്റ്റില് വന്നതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അലിറ്ററേഷൻ അല്ലേ? യെസ്. സോ യു ആർ ഫോഴ്സ്ഡ് ടു ബ്രേക്ക്, ബ്ലോ ആൻഡ് ബേൺ ആൻഡ് മേക്ക് മീ ന്യൂ. എന്നിട്ട് എന്നെ ഇങ്ങനൊക്കെ ചെയ്തതുകൊണ്ട് ഈ ഫീനിക്സ് പക്ഷി എന്നുള്ള ഒരു കമ്പാരിസൺ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ ഇദ്ദേഹം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതായത് സോ ബ്രേക്ക്, ബ്ലോ ആൻഡ് ബേൺ, എന്നിട്ട് എന്നെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എന്നെ പുതുതാക്കി ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ്. എന്നെ മൊത്തമായിട്ട് തകർക്കാനല്ല, എന്നെ തകർത്തോളും. പക്ഷെ എന്നെ തകർത്തതിന് ശേഷം പുതിയ ഒരാളായിട്ട്, നല്ല ഒരു മനുഷ്യനായിട്ട്, ദൈവത്തിന്റെ അടുത്ത ഒരാളായിട്ട് എന്നെ പുനഃസൃഷ്ടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുവർ ഫോഴ്സ്. അപ്പൊ അതിന് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം യു ഹാവ് ദ ഫോഴ്സ്, യു ഹാവ് ദ പവർ. use your power to break, to blow, to burn myself, to burn me and make me new. എന്നിട്ട് എന്നെ പുതുതാക്കും, പുതിയൊരു മനുഷ്യനാക്കും. ഇനി ഇദ്ദേഹം അടുത്ത ഇമേജിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഇമേജ് കഴിഞ്ഞിട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഇമേജാണ്. ഐ ലൈക്ക് an usurped town. ഇവിടെ എന്താണ് പോറ്റിക് ഡിവൈസ്? ഐ ലൈക്ക് an usurped town. സിമിലി. ഉപയോഗിച്ചുകൊണ്ട് സിമിലി. ഈ വെറും അസേർബ്ഡ് ടൗൺ എന്ന് മാത്രം എടുത്തിട്ട് എന്താണ് പോറ്റിക് ഡിവൈസ് ചോദിച്ചാൽ അവിടെ മെറ്റഫറും പറയാം കേട്ടോ, മെറ്റഫോറിക്കൽ ആയിട്ടാണ് പറയാം. ഇവിടെ ഐ ലൈക്ക് an usurped town എന്ന് പറയുമ്പോൾ സിമിലിയാണ്. I like an usurped town to another due. Okay, labor to admit you, but oh to no end. ഇവിടെ he considers himself to an usurped town. Usurped എന്ന് പറഞ്ഞാൽ എന്താ? What is usurped? It was captured. അല്ലെ, captured town ആണ്. ഇത് ആരാണ് ക്യാപ്ചർ ചെയ്തത്? The enemies have captured this town. അപ്പൊ അതുകൊണ്ട് തന്നെ so I am the town that has been captured by the enemy. ആരാണ് enemy? ആരായിരിക്കും enemy? ആർക്കാ പറയാൻ പറ്റുമോ? Who is the enemy here? Satan. Satan ആണ്, പിശാചാണ് ഇവിടെ enemy. അപ്പൊ ഓൾറെഡി I am a town, I am the town and I am captured by, I was captured by an enemy. അപ്പൊ enemy ആണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോ സാത്താനാണ് എൻ്റെ, Satan ആണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. So another due. Another due എന്ന് പറഞ്ഞാൽ സാത്താനാണ്, Satan ആണ്. Another due. Labor to admit you, but I am labor. ഇവിടെ ആ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്. So I am എന്താണ്? I like an usurped town to another due. Labor to admit you. I am trying very hard. Labor എന്ന് പറഞ്ഞാൽ അതാ, ഭയങ്കര എന്താണ്, കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Labor to admit you. ഞാൻ ഇപ്പോ ഈ സാത്താന്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാല് അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ മോചിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടതാണ് എൻ്റെ മനസ്സിനെ ഞാൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവത്തെ ഉൾക്കൊള്ളാന് ഞാനിപ്പോ സാത്താന്റെ പിടിയിലാണ്. ഇപ്പൊ ദൈവത്തെ ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ കള്ളുകുടിയന്മാർക്ക് കള്ളുകുടി നിർത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ?
അതുപോലെ തന്നെ ചീത്ത പ്രവർത്തികൾ ചെയ്ത് മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ആളുകൾക്ക് അത് നിർത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ലേബർ ടു അഡ്മിറ്റ് യു, ഞാൻ ഒരുപാട് പ്രയാസപ്പെടുകയാണ് എന്തിന്, നിന്നെ സ്വീകരിക്കാൻ. ബിക്കോസ് എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നീ ഇല്ല. അപ്പോ ആരാ ഉള്ളത്? പിശാച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പിശാചിനെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്നെ കയറ്റാൻ വേണ്ടിയിട്ട് ഐ ആം വെരി ട്രൈങ് വെരി ഹാർഡ് ലേബർ ടു അഡ്മിറ്റ് യു ബട്ട് ഓ ടു നോ എൻഡ്. പക്ഷെ ഒരു കാര്യമില്ല. ഐ ആം ട്രൈങ് വെരി ഹാർഡ് ടു അഡ്മിറ്റ് യു ഓ ഗോഡ്. ദൈവത്തെ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ കുടിയിരുത്താൻ, ദൈവത്തെ എൻ്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് നോ ടു നോ എൻഡ്, ഒരു കാര്യമില്ല. ഓക്കെ, ഇനി നോക്കണേ അടുത്തത്. റീസൺ യുവർ വൈസ്രോയ് ഇൻ മീ ഷുഡ് ഡിപെൻഡ്, അല്ലേ? പക്ഷേ നിങ്ങൾ നോക്കണം, റീസൺ, ഇവിടെ റീസൺ ഈസ് പേഴ്സോണിഫൈഡ്. അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ്. നോക്കണം, റീസൺ യുവർ വൈസ്രോയ് ഇൻ മീ, റീസൺ ആണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഈ യുവർ വൈസ്രോയ് ഇൻ മീ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ കുറിച്ച് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നിന്നെ കുറിച്ചുള്ള അറിവ് എനിക്ക് തരുന്നതൊക്കെ റീസൺ ആണ്, അല്ലെ? ഈ റീസൺ മീ ഷുഡ് ഡിപെൻഡ്, ആ റീസണെ എനിക്ക് ഡിപെൻഡ് ചെയ്തേ പറ്റൂ. ഇവിടെ ഒരു കാര്യമുണ്ട്, അതായത് നമുക്ക് മതത്തില് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിന്റെ ഒരുപാട് ആശയവുമായിട്ട് നമുക്ക് റീസൺ, അതായത് യുക്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റേണ്ടി വരും. അതായത് ആ മതത്തിൽ നിന്ന് പുറത്തു പോകും. ഒരുപാട് ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഏതൊരു മതവും പറയുന്നത്. ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ദൈവം നമ്മൾ കാണിച്ചു തരുന്ന പറഞ്ഞാലോ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെ റീസൺ ഇല്ല, അല്ലേ? അന്ത്യനാളുണ്ട്, അല്ലെ? സ്വർഗം ഉണ്ട്, നരകുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നാ ഒന്ന് കാണിച്ചു തരി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? എവിടെ നിങ്ങൾ സ്വർഗം എന്ന് ചോദിച്ചിട്ട് അതൊന്ന് കുഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വർഗം കാണും? ആകാശത്താണോ? ആകാശം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഉള്ളൂ, അവിടെ ആകാശം എന്ന് പറയുന്ന സംഭവമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ റീസൺ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് പുറത്തു പോകും, ഇല്ലേ? മതത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ അതുകൊണ്ട് അതിനെ, ആ റീസണെ ഹി വാണ്ട്സ് ടു ഡിഫെൻഡ് ഹിസ് മൈൻഡ് ഫ്രം റീസൺ. റീസണെ ആണ് ഈ ഇദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റീസൺ എന്ന് പറയുന്നത് എന്തിന്റെ, അക്കോർഡിംഗ് ടു ജോൺ ഡൺ, റീസൺ എന്ന് പറയുന്നത് എന്തിന്റെ പിന്നെ ഒരു സുഹൃത്തായിരിക്കും? റീസൺ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സൈത്തന്റെ സുഹൃത്താണ്. ഇവിടെ റിലീജിയസ് ആയിട്ട് പറയുന്ന സമയത്ത് റീസൺ എന്ന് പറയുന്നത് സൈത്തന്റെ ഭാഗമായിരിക്കും, അതിന്റെ ആളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റീസൺ യുവർ വൈസ്രോയ് ഇൻ മീ, യുവർ വൈസ്രോയ് ഇൻ മീ എന്ന് പറയുന്ന സമയത്ത് റീസൺ ഈസ് കൺട്രോളിങ് മീ മൈ, എന്നാൽ ഇപ്പോ നൗ റീസൺ ഈസ് കൺട്രോളിങ് മൈ മൈൻഡ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റാത്തത്. റീസൺ മീ ഷുഡ് ഡിപെൻഡ്, അല്ലേ? സോ യുവർ വൈസ്രോയ് ഇൻ മീ ഷുഡ് ഡിപെൻഡ്, ഐ ഷുഡ് ഡിപെൻഡ് എന്നുള്ളതാണ് പറഞ്ഞത്. ഐ ഷുഡ് ഡിപെൻഡ് റീസൺ, എനിക്ക് റീസണെ ഡിപെൻഡ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് നിന്നോട് അടുക്കാൻ പറ്റൂല എന്നുള്ള, ദൈവത്തോട് അടുക്കാൻ പറ്റൂല. ബട്ട് ഈസ് ക്യാപ്റ്റീവ്ഡ് ആൻഡ് പ്രൂവ്സ് weak or untrue. But he himself is captived. അദ്ദേഹം തന്നെ ഇപ്പോ ക്യാപ്റ്റീവ്ഡ് ആണ്. സോ he is captived to reason, he is captived to Satan. അദ്ദേഹം സൈത്തനോട് അതുപോലെ തന്നെ റീസണോടൊക്കെ ക്യാപ്റ്റിവേറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ ഒരു എന്താണ്, ഒരു അസേർവ്ഡ് ടൗൺ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഹിസ് മൈൻഡ് ഈസ്, ഹിസ് സോൾ ആൻഡ് മൈൻഡ് ഈസ് വെരി വീക്ക് ആൻഡ് അൺട്രൂ. അപ്പൊ അത് വളരെ വീക്ക് ആയിട്ടുണ്ട്, അൺട്രൂ ആയിട്ടുണ്ട്. അദ്ദേഹം ക്യാപ്റ്റിവേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ അദ്ദേഹത്തിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീസൺ ആണ്. അദ്ദേഹത്തിന് റീസണും അതുപോലെ തന്നെ സൈറ്റനുമാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. സോ ബട്ട് ഹി ലോങ്സ് ടു ഗോ അവേ ഫ്രം ദാറ്റ് റീസൺ ആൻഡ് സൈറ്റൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, യെറ്റ് ഡിയർലി ഐ ലവ് യു. എന്നാലും ഈ റീസണും സൈറ്റനും കൂടി എന്നെ ക്യാപ്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എന്നാലും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യെറ്റ് ഡിയർലി ഐ ലവ് യു. കണ്ടില്ല നിങ്ങള്? അവിടെ ഈ സാഹചര്യം നോക്കൂ. 1617 അദ്ദേഹത്തിന്റെ വൈഫ് മരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം റിലീജിയനുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കാണ്.
ആ റിലീജിയനുമായിട്ട് അടുക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് yet dearly I love you. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ യു ആരാണ്? I love you. ഈ യു ആരാണ്? God. അല്ലെ, ദൈവത്തെ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ്. yet dearly I love you and would be loved pain and would be loved pain. പക്ഷേ ആ സ്നേഹം കപടമായിരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരാള് കള്ളും കുടിച്ച് കൂത്താടി മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അടിച്ച് നടന്നിട്ട് അദ്ദേഹം പിന്നെ പറയാണ് എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഓക്കെ, ഒരു കാര്യമില്ല. അത് പെയിൻ ആണ് അല്ലെ, വുഡ് ബി ലവ്ഡ് പെയിൻ. ഓക്കെ, ഇവിടെ ഈ പെയിൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ കാരണം മറ്റൊരു കാര്യമുണ്ട്. അടുത്ത സെന്റൻസിലുണ്ട് ബട്ട് ഐ ആം ബിട്രോത്ഡ് അൺടു യുവർ എനിമി. കാരണം ഞാൻ നിന്റെ ശത്രുവായിട്ടുള്ള പിശാചിനെ കല്യാണം കഴിച്ചിരിക്കുക. പിശാചിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം വിത്ത് ഡെവിൾസ് പാർട്ടി നൗ. ഐ ആം ഡൂയിങ് വാട്ട് ദ ഡെവിൾ സേസ്. ഐ ആം ഡൂയിങ് വാട്ട് മൈ റീസൺ സേസ്. എൻ്റെ റീസൺ എന്താണോ പറയുന്നത്, എൻ്റെ ഡെവിള്, എൻ്റെ പാർട്ടി ആയിട്ടുള്ള ഡെവിള് എന്താണോ പറയുന്നത്, അതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡെവിള് പറയുന്നത് കേട്ടുകൊണ്ട് ഈ ദൈവത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓക്കെ, മറ്റൊരുത്തന്റെ ഭാര്യ ഭാര്യ വന്നിട്ട് എന്നെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലെ. അതേപോലെ ഓക്കെ, എന്താണ് ഈ സാത്താന്റെ പെണ്ണാണ് ഇദ്ദേഹം. ഓക്കെ, ഇപ്പോ സാത്താന്റെ പെണ്ണാണ്. ഈ സാത്താന്റെ പെണ്ണ് ദൈവത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ പെയിൻ എന്നുള്ളത് പെയിൻ എന്ന് പറഞ്ഞത്. അത് നടനം മാത്രമാണ്, നാട്യം മാത്രമാണ്. അത് യഥാർത്ഥ സ്നേഹമായിട്ടില്ല. യഥാർത്ഥ സ്നേഹം ആവണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന്റെ സ്നേഹം യഥാർത്ഥമാവണമെങ്കിൽ batter my heart അല്ലേ? അപ്പൊ അത് it would be love, he would be loved pain and but I am betrothed unto your enemy. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നിന്റെ ശത്രുവായിട്ടുള്ള സാത്താനെയാണ്. അപ്പൊ ഈ സാത്താനെ ഞാൻ കല്യാണം കഴിച്ചോടത്തോളം കാലം ഇനി എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യു മസ്റ്റ് ബാറ്റർ മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറണം. ഒരുത്തന് നല്ല എന്താണ് ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. നല്ല രൂപത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കല്യാണം കഴിച്ച് നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ അവിടുന്ന് അയാളിൽ നിന്ന് അടിച്ചു മാറ്റണമെങ്കിൽ കുറച്ച് പണിയില്ലേ? എന്ത് വേണം? അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറണ്ടേ? എന്നാലല്ലേ ആ പെണ്ണിനെ അടിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേപോലെ നീ ചെയ്യണം. ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹത്തിന്റെ കാമുകനോട് പറയാണ്. കാമുകൻ ആരാണ് ഇവിടെ? ദൈവമാണ്. ആ കാമുകനോട് പറയാണ്, നിങ്ങള് എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് എന്നെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ബട്ട് ഐ ആം ബിട്രോത്ഡ് അൺടു യുവർ എനിമി. ബിട്രോത്ഡ് എന്ന് പറഞ്ഞാൽ മാരീഡ് ടു അല്ലെ? ഐ ആം ബിട്രോത്ഡ് അൺടു യുവർ എനിമി. ഇനി ഞാൻ പറയാം, ഡൈവോഴ്സ് മീ, അൺടൈ ഓർ ബ്രേക്ക് ദാറ്റ് നോട്ട് അഗെയിൻ. ഇദ്ദേഹം ദൈവത്തോട് പറയാണ്, ഈ പിശാചും ഞാനും തമ്മിലാണ് ഇപ്പൊ കല്യാണം കഴിച്ചത്. സോ ഐ ആം ബിട്രോത്ഡ് ടു ദ സെയിന്റ്, ഐ ആം ബിട്രോത്ഡ് ടു യുവർ എനിമി അല്ലെ? അതുകൊണ്ട് തന്നെ ഡൈവോഴ്സ് മീ ഫ്രം ദാറ്റ് സേത്തൻ. ആ സാത്താനുമായിട്ട് കല്യാണം കഴിച്ചില്ലേ, അപ്പൊ അവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ. ഡൈവോഴ്സ് മീ എന്ന് പറഞ്ഞാല് ഈ മറ്റേ ഡൈവോഴ്സ് അല്ല, കല്യാണം കഴിച്ചിട്ട് ഒഴിവാക്കുന്നതല്ല. അവരിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു തരുമെന്നുള്ളതാണ്. ദൈവം ഇദ്ദേഹത്തോട് കല്യാണം കഴിച്ചിട്ടില്ല, ബിട്രോത്ത് ചെയ്തിട്ടില്ല. മറിച്ച് ഇപ്പൊ ബിട്രോത്ത് ചെയ്തിരിക്കുന്നത് സാത്താനുമായിട്ടാണ്, എനിമി ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ. ഡൈവോഴ്സ് മീ, അൺടൈ എന്ന് പറഞ്ഞാൽ ആ മാരി ബ്രേക്ക്. സോ ഹീസ് ടൈഡ് ടു സാത്താൻ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാത്താനിൽ നിന്നുള്ള ആ ടൈ അയക്കൂ, അൺടൈ മീ. ഓർ ബ്രേക്ക് ദാറ്റ് നോട്ട് അഗെയിൻ, എന്നിട്ട് ആ കെട്ട് അയക്കൂ. ആ കെട്ട് എന്ന് പറഞ്ഞത് ആരുമാണ്? സാത്താൻ ആൻഡ് the speaker himself, അതായത് ജോൺ ഡൺ. ഓക്കെ, സോ ഡൈവോഴ്സ് മീ, അൺടൈ ഓർ ബ്രേക്ക് ദാറ്റ് നോട്ട് അഗെയിൻ, ടേക്ക് മീ ടു യു. എന്നിട്ട് അവിടുന്ന് ഡൈവോഴ്സ് ചെയ്തിട്ട്, ആ സാത്താനിൽ നിന്ന് ഡൈവോഴ്സ് ചെയ്തിട്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടേക്ക് മീ ടു യു,
എന്നെ നിന്നോട് അടുപ്പിക്കൂ, നീ എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാണ്. ദൈവത്തോട് പറയാണ് എന്നെ കൊണ്ടുപോയിക്കോ. ഇംപ്രിസൺ മീ, ഇംപ്രിസൺ മീ. എന്നിട്ട് എവിടെ? നിന്റെ മനസ്സിൽ കുടിയിരുത്തിക്കോളൂ, എന്നെ നിന്റെ മനസ്സിൽ അവിടെ ഇംപ്രിസൺ ചെയ്തോളൂ. ഫോർ ഐ. ഇനി ബാക്കിയുള്ള പറയാം. ടേക്ക് മീ ടു യു, ഇംപ്രിസൺ മീ, ഫോർ ഐ എക്സെപ്റ്റ് യു എൻത്രോൾ മീ നെവർ ഷാൽ ബി ഫ്രീ. നീ എന്നെ വശീകരിച്ചിട്ടില്ലെങ്കിൽ, എൻത്രോൾ എന്ന് പറഞ്ഞാൽ വശീകരിക്കാം. എക്സെപ്റ്റ് യു എൻത്രോൾ മീ നെവർ ഷാൽ ബി ഫ്രീ. കാരണം നീ എന്നെ വശീകരിച്ച് എന്നെ ഈ പിശാചിൽ നിന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്വതന്ത്രമാവില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ. ഒരു കള്ളുകുടിയനായിട്ടുള്ള ഒരാള് അയാളെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ കള്ളുകുടി നിർത്തിച്ചിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അയാളെ അതിൽ നിന്നും പിന്മാറ്റിയിട്ടില്ലെങ്കിൽ അയാൾ കുടിച്ചുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ. അതേപോലെ തന്നെയാണ് എക്സെപ്റ്റ് യു എൻത്രാൾ മീ. നീ എന്നെ വശീകരിച്ച് ഇയാളിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ പിശാചിനെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ തന്നെ കൂടും. നെവർ ഷാൽ ബി ഫ്രീ. ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നോർ എവർ ചേസ്റ്റ് എക്സെപ്റ്റ് യു റാവിഷ് മീ. ചേസ്റ്റ്, ചാസ്റ്റിറ്റി അല്ലേ, അതാണ് ചേസ്റ്റ്. നോർ എവർ ചേസ്റ്റ്, ഞാൻ ഒരിക്കലും നന്നാവൂല, ചേസ്റ്റ് ആവൂല, പ്യൂരിഫൈഡ് ആവൂല അല്ലേ. നോർ എവർ ചേസ്റ്റ് എക്സെപ്റ്റ് യു റാവിഷ് മീ. റാവിഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും ബാറ്റർ ആണ് അല്ലേ. ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്റർ മൈ ഹാർട്ട്, ബാറ്റർ. ലാസ്റ്റ് ഉപയോഗിക്കുന്നത് റാവിഷ് എന്നാണ്, തകർക്കുക, ഡിമോളിഷ്, ഡിസ്ട്രോയ്. സോ യു മസ്റ്റ് ഡിസ്ട്രോയ് മീ, യു മസ്റ്റ് എന്താണ്, യു മസ്റ്റ് ബാറ്റർ മീ. ഓക്കെ, യു മസ്റ്റ് ഡിസ്ട്രോയ് മീ. If you don't ravish me, I will never be chaste. ഒരിക്കലും I will not be chaste, purified ആവൂല. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ. ഓക്കെ, ഏതെങ്കിലും ഭാഗം ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല സർ. ഓക്കെ, താങ്ക് യു. സോ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാൻ, ആ ലൈൻസിലോട് ഒന്നുകൂടി പോവാം അല്ലെ. ഐ ലൈക്ക് an served town to an another dew. അതിന് മുന്നേ ബാറ്റർ മൈ ഹാർട്ട് അല്ലെ. ബാറ്റർ മൈ ഹാർട്ട് 3% God for you as yet, but knock, breathe, shine and seek to mend, that I may rise and stand. Overthrow me and bend your force to break, blow, burn and make me new. I like an served town to another dew. Labor to admit you, but owe to no end. Reason your viceroy in me should defend, but is captived and proves weak or untrue. Yet dearly I love you and would be loved to pain, but am betrothed unto your enemy. Divorce me, untie or break that knot again. Take me to you, imprison me, for I accept you, enthrall me, never shall be free, nor ever chaste, except you ravish me. Okay, ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് താഴെ നോക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടും. ഞാൻ ഈ ഇത് അങ്ങോട്ട് വിട്ടിരുന്നു കേട്ടോ. ഇതിന്റെ ഫോം പറയുന്നുണ്ട്, നമ്മൾ നോക്കണേ. ഇതിൽ ABBA CDD CEE എന്നുള്ളതാണ് അല്ലെ ഇതിൽ കാണിക്കുന്നത്. മറ്റൊന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അപ്പൊ ഇത് ഈ റൈം സ്കീം ഇല്ലേ, ഈ റൈം സ്കീം ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം കേട്ടോ. അതാണ് നന്നാവാ. ABBA ഒക്കെയാണ്, പക്ഷെ ലാസ്റ്റുള്ള സെസ്റ്ററ്റ് ഇല്ലേ, ഇതാ ഈ സാധനം, ഇതിൽ CDD CEE എന്നാണ് കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് CDC എന്നും കാണുന്നുണ്ട് കേട്ടോ. നോക്കാം. അയാംബിക് പെന്റാമീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ പെട്രാർക്കൻ സോണറ്റ് റാദർ ദാൻ എ ഷേക്സ്പിയറിയൻ സോണറ്റ്. ഓക്കെ, ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം എന്താണെന്ന് പറയാൻ പറ്റാറുണ്ട്? ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ AB CD EF and GG. കറക്റ്റ്. AB CD EF GG.
ഓക്കെ, അതുപോലെ തന്നെ പെട്രാർക്കൽ സോണറ്റ് ABBA CDE ഇതാണ് പെട്രാർക്കൽ സോണറ്റ്. ഓക്കെ, ഇതര ഈ പെട്രാർക്കൽ സോണറ്റിലാണ് ഒക്ടേവ്, സെസ്റ്ററ്റ് ഈ സംഭവങ്ങളുള്ളത് കേട്ടോ. മറ്റേതിൽ 4 ക്വാർട്ടറൈൻസ് 3 ക്വാർട്ടറൈൻസ് അല്ല ഉള്ളത് ഏതില് ഷേക്സ്പിയറിയൻ സോണറ്റില്. ഇനി നോക്കൂ, this poem is an appeal to God, pleading with him not for mercy or clemency or benevolent aid, but for a violent, almost brutal overmastering. Thus, it implores God to perform actions that would usually be considered extremely sinful. അതായത് അദ്ദേഹത്തിന് ബാറ്റർ മൈ ഹാർട്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ബെനവലന്റ് ആയിട്ടുള്ള, മേഴ്സിഫുൾ ആയിട്ടുള്ള ആ ഒരു സമീപനം അല്ല, അത് വയലൻസ് ആണ് അദ്ദേഹം. നമ്മുടെ ഏതൊരു KGF-ലില്ലേ വയലൻസ് ലൈക്സ് മീ എന്ന് പറഞ്ഞ് അതേപോലെയാണ് വയലൻസ് ആണ് ഇതിലുണ്ട്. വയലന്റ്, ഓൾമോസ്റ്റ് ബ്രൂട്ടൽ, ഓവർ മാസ്റ്റർ. It implores God to perform actions that would usually be considered extreme. Sinful action ആണ്. സാധാരണ ബാറ്ററിങ് എന്ന് പറഞ്ഞാൽ സിൻഫുൾ ആണ്, പക്ഷെ ദൈവത്തോട് ബാറ്റർ ചെയ്യാനാണ് ഇദ്ദേഹം പറയുന്നത്, കൽപ്പിക്കുന്നത്. From battering the speaker to actually raping him, which he says in the final line is the only way he will ever be chased. Metaphors ഉണ്ട്. The speaker's heart as a captured town, അല്ലെ, ഹാർട്ട് captured town പോലെയാണ് ഇതിൽ കണക്കാക്കുന്നത്. The speaker as a maiden betrothed to God's enemy. Speaker maiden ആണ്. Speaker is a maiden. Speaker's heart is a captured town. Okay. Violent and powerful verbs: batter, overthrow, bend, break, blow, burn, divorce, untie, break, take, imprison, enthrall, ravish. ഇതൊക്കെ എന്താണ് പവർഫുൾ വേർബ്സ്, വേർബുകൾ അല്ലെ. ബാറ്റർ, ഓവർത്രോ, ബെൻഡ്, ബ്രേക്ക്, ബ്ലോ, ബേൺ, ഡൈവോഴ്സ്, ഓക്കെ, അൺടൈ, ബ്രേക്ക്, ടേക്ക്, ഇംപ്രിസൺ, എൻത്രോൾ, റാവിഷ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് പവർഫുൾ വേർബ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത് കേട്ടോ. In a paradoxical final couplet in which the speaker claims that only if God takes him prisoner can he be free. Last line. Okay, so he will be free only if God takes him prisoner, and only if God ravishes him can he be chased. Donne is a poet deeply divided between religious spirituality and a kind of carnal lust for life. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കാനലൈസേഷനിൽ കണ്ടതാണ്. കാനലൈസേഷനിൽ നമ്മൾ നോക്കിയ സമയത്ത് അവിടെ he compares his love towards his beloved as a sainthood, to a sainthood, അല്ലേ, ഒരു sainthood ആയിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ he is deeply divided between religious spirituality and a kind of carnal lust for life. Avadili batter my heart 3% to God, mix the discourse of spiritual and physical, or of the holy and the secular. ഇത് രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. സ്പിരിച്വാലിറ്റി ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, holy and secular. The speaker achieves that mix by claiming that he can only overcome sin and achieve spiritual purity if he is forced by God in the most physical and violent. Okay, already I am പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. Cardinal terms. Knocking at the door is not enough. God should overthrow him like a besieged town. പക്ഷെ നിങ്ങള് നേരത്തെ നോക്കിംഗ് എന്ന് പറഞ്ഞില്ലേ, വെറുതെ വാതിലിന് മുട്ടിക്കൊണ്ടിരുന്നാൽ പോരാ. ഹി ഷുഡ് ഓവർത്രോ ഹിം. ഈ ഓവർത്രോ ചെയ്യണമെങ്കിൽ എന്താ, ബാറ്റർ ചെയ്യണം. ബാറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഇടിമുട്ടിയല്ല, വലിയ മരക്കഷ്ണം കൊണ്ടുവന്നിട്ട് ഇടിച്ചു കയറ്റണം എവിടേക്ക്, ഡോറിന് മുകളിൽ, എന്നാലേ അത് പൊളിയുള്ളൂ. അല്ലാതെ വെറുതെ നോക്കി ചെയ്തിട്ട് കാര്യമില്ല. His own reason has not been enough either, and he has engaged himself to God's enemy. He asked God to break the knots holding him back. So he is betrothed to God's enemy, that is Satan. So he asked God to break the knots holding him back, imprisoning him in order to free him.
and taking him by force in order to purify him. Okay. ഇവിടെ നോക്കികള് CDC DCC നമുക്ക് Shakespeare here he begins in the Italian form ABBA ABBA അത് ഓക്കെ പക്ഷെ രണ്ടാമത്തെ ഭാഗത്തെ but his concluding idea in the third quatrain bleeds over to the rhyming couplet CDC DCC ഇതിലോട്ട് നേരത്തെ വേറെന്തോ ലാസ്റ്റ് E ഒക്കെ വരുന്ന സാധനം അപ്പൊ ഞാനത് അതോട് കൺഫേം ചെയ്തിട്ട് തരാട്ടോ that completes the poem. The poet begins by asking to increase the strength of divine force to win over the poet's soul. Thus far, God has only knocked, following the scriptural idea that God knocked and each person must let him in. Yet this has not worked sufficiently for the poet. Simply to mend or shine himself up is not drastic enough. Instead, God should take him by force. God is just knocking or mending or shining. So he wanted God to use his force to break, blow, and burn. Okay. In other words, a bird, in order to help him stand and be made new, this request indicates that the speaker considers his soul or heart too badly damaged or too sinful to be repaired. Instead, God must recreate him to make him what he needs to be. So God must recreate him to make him what he needs to be. ഇതിലുള്ള പാരഡോക്സ് ആണ് he must be overthrown like a town in order to rise stronger. ഇതാണ് ഇതിലെ പാരഡോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, പാരഡോക്സ് പറഞ്ഞാൽ he must be overthrown like a town in order to rise stronger. The second quatrain begins with that metaphor, with the speaker now as an usurped town that owes its allegiance or due to someone else. പാരഡോക്സ് ഒന്നും കൂടി പറയാമോ? എന്താണ് പാരഡോക്സിനെ പറ്റിയിട്ട് ഒന്നും കൂടി പറയാമോ? പാരഡോക്സ് ഇത്രയാണ്, അതായത് ഈ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹീസ് കൺസിഡറിങ് ഹിംസെൽഫ് ആസ് എ ടൗൺ എന്ന് പറഞ്ഞില്ലേ, ബിസീജ്ഡ് ടൗൺ, അതായത് അസേർബ്ഡ് ടൗൺ, ബിസീജ്ഡ് അല്ല അസേർബ്ഡ് ടൗൺ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ടൗണിനെ ഓവർത്രോ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒന്നിനെ ഓവർത്രോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനെ നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശം പ്രവൃത്തിയാണ് അല്ലേ. നീ അവനെ നശിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളെ മോശക്കാരനാക്കുക. പക്ഷെ ഇവിടെ എന്തിനാണ് നശിപ്പിക്കുന്നത്? എന്തിനാണ്? നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യം എന്താണ്? ടു മേക്ക് ഹിം സ്ട്രോങ്ങർ, ടു അമെൻഡ്, എന്താണ് മെൻഡ് ഹിം, ടു റിക്രിയേറ്റ് ഹിം. അതിനു വേണ്ടിയിട്ടാണ് നശിപ്പിക്കുന്നത്. അവിടെയാണ് പാരഡോക്സ്. ഒരാളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത പ്രവൃത്തിയാണ്. ഇവിടെ ചീത്ത പ്രവൃത്തി ചെയ്യുന്നത് നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ്, ടു റൈസ് സ്ട്രോങ്ങർ. അതാണ് അവിടെ പാരഡോക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പാരഡോക്സ് ചോദിക്കാറുണ്ട്. The paradox is that he must be overthrown like a town in order to rise strong. He is frustrated that he is God's viceroy in the town of his soul, is captive to other forces such as worldly desires, and is failing to persuade him to leave his sins behind. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റീസൺ ആണ് അദ്ദേഹത്തിന്റെ വേൾഡ്ലി പ്ലഷേഴ്സ് ഒന്നും ഒഴിവാക്കാൻ അദ്ദേഹത്തെ സമ്മതിക്കാത്തത്. അപ്പൊ റീസണും ഈ ഡബിളിന്റെ പാർട്ടിയാണ്, സാത്താന്റെ പാർട്ടിയാണ് കേട്ടോ. The poet then moves from the political desires to the last 6 lines. He loves God, but he is betrothed to his enemy, the satanic desires of the selfish heart, if not the devil's himself. He seeks God's help to achieve divorce from his sinful nature and break the marriage knot. In the final couplet, he gives voice to the paradox of faith. The speaker can only be free if he is enthralled by God.
അല്ലേ? സോ അദ്ദേഹത്തെ അദ്ദേഹത്തെ വശീകരിച്ചിട്ടില്ലെങ്കിൽ he will not be free and he can only be chaste and pure if God ravishes him. പിന്നെ ലാസ്റ്റ് പറയാണ്, the poet uses this dissonance of ideas to point out just how holy in this case over other worldly and spiritual in a carnal world God truly is. In other words, a relationship with God requires being reborn and rebuilt from the ground. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ചർച്ച് ഈസ് ബിട്രോത്ഡ് ടു ഗോഡ് എന്നുള്ള സംഭവം പറയുന്നത്. അപ്പൊ ഇനി ഒരു റിഫോർമേഷനും കൂടി ചർച്ചിന് വരണം എന്നുള്ളൊരു സങ്കല്പം കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ചർച്ച് ഷുഡ് ബി റിഫോംഡ് അഗെയിൻ, എന്നാലേ അത് നന്നാവുള്ളൂ എന്നുള്ള രൂപത്തിൽ. Last, the speaker here suggests being in the female role of betrothal and ravishment. A city too tends to code it as female. We once again see that the speaker is putting himself in the position of the Christian church generally. In the New Testament, the church is metaphorically said to be married to God. Can it be that in Dunn's eyes, the church still needs to be utterly reformed? Church needs to be utterly reformed, even after the Reformation. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. ഓക്കെ സർ, മറ്റേ റൈം സ്കീം ഗൂഗിൾ ചെയ്തപ്പോ മിക്ക സൈറ്റിലും CDCDEE എന്നാണ് കാണുന്നത്. അത് പിന്നെ പറഞ്ഞത് വ്യത്യാസമല്ലേ? ഉണ്ട്. അപ്പൊ ഞാനത് ഒന്നുകൂടി കൺഫേം ആക്കിട്ട് പറഞ്ഞാ പോരെ, ഗ്രൂപ്പിൽ ഇട്ടാ പോരെ? ഓക്കെ സർ. നോക്കാട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ മരണം 1617 അദ്ദേഹത്തിന്റെ വൈഫ് അന്തരിക്കുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹം കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്, നോട്ട്സ് ഒന്ന് വായിക്കാം. ഇപ്പൊ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. ലൈൻ 1 to 2, batter my heart of 3% gold. Okay. The speaker begins by asking God, Jesus, or Holy Ghost. Together they make up the 3% God to attack his heart, as if it were the gates of fortress town. ഒരു ടൗൺ, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഫോർട്രസ് ടൗണിനോടാണ് കേട്ടോ. ഫോർട്രസ് ടൗൺ. അപ്പൊ അതിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരൊറ്റ മിനിറ്റ്. അപ്പൊ ഒറ്റ മിനിറ്റ് കൊണ്ട് അപ്പൊ ശരി, പിന്നെ റൈം സ്കീം ശരിയാക്കി തരാം. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ABBA CDC DEE. ഓക്കെ, അതാണ് അതിന്റെ റൈം സ്കീം കേട്ടോ. ഒന്നുകൂടി പറയാ സർ. ബോർഡ് ABBA CDC DEE. രണ്ട് കപ്ലറ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് കപ്ലറ്റ് അല്ല, എന്നാലും EE എന്ന് പറയുന്നത് CDC DEE. ഓക്കെ, ഇതാണ് അതിന്റെ റൈം സ്കീം കേട്ടോ. ഓക്കെ, ABBA ഇത് ഒക്ടേവ് ആണ്. ഒക്ടേവ്, CDC and DEE ഇത് സെസ്റ്ററ്റ്. ഇറ്റാലിയൻ ഓർ പെട്രാർക്കൽ സോണറ്റ് ആണ് കേട്ടോ. ഇറ്റാലിയൻ സോണറ്റിന് മറ്റൊരു പേരാണ് പെട്രാർക്കൽ സോണറ്റ്. ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെത് ABAB CD EF GG. ഇതാണ് ഷേക്സ്പിയറിയൻ സോണറ്റ് അല്ലേ? സ്പെൻസേറിയൻ സോണറ്റ് അറിയോ നിങ്ങൾക്ക്? സ്പെൻസേറിയൻ സാർ, അത് 3 ക്വാർട്ടറൈൻസും ഒരു കൺക്ലൂഡിങ് കപ്ലറ്റും അല്ലേ? ചെറിയ വ്യത്യാസമുള്ളൂ. ABAB പിന്നെ BC അല്ലേ? അതെ. BC അടുത്തെന്താണ്? CDC. CD
CD E E E ആണോ CD E E E അല്ലേ ഒന്ന് വേണമെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഇതിനകത്ത് ഇത് ഓക്കെയാണ് ഷേക്സ്പിയറിയൻ ഇത് ഷേക്സ്പിയറിയൻ ആണ് ഓക്കെ ഇത് എബി ഓക്കെയാണ് പിന്നെ BC CD EE നോക്കട്ടെ ഇത് തന്നെയാണ് സർ. അങ്ങനെയാണല്ലേ സാർ ഇതൊക്കെ ചോദിക്കാറുണ്ട് സ്പെൻസറിയൻ സ്റ്റാൻസ ചോദിക്കാറുണ്ട്. സ്റ്റാൻസ ചോദിക്കുമ്പോൾ ഒരു 9 ആയാലും നിർത്തിയാൽ മതി അല്ലേ 9 ലൈൻ ആയാലും നിർത്തിയാൽ മതി. അപ്പൊ എ ബി BC C പോരെ അതാണ് സ്പെൻസറിയൻ 9 ലൈൻസ് ആണ് അല്ലേ സ്റ്റാൻസ. അപ്പൊ നമുക്ക് കിട്ടില്ല. അപ്പൊ അതായത് ഇറ്റാലിയൻ സോണറ്റ് സാധാരണ ഉണ്ടാവാറുള്ളത് AB BA AB BA CDE CDE ഇതാണ് ഇറ്റാലിയൻ സോണറ്റ്. ഇറ്റാലിയൻ സോണറ്റിന്റെ മറ്റൊരു പേരാണ് പെട്രാർക്കൽ സോണറ്റ് അല്ലേ. ഇനി ഷേക്സ്പിയറിയൻ സോണറ്റ് ഇതാ ഇവിടെ AB CD EF GG. ഈ സ്പെൻസറിയൻ സോണറ്റ് കിട്ടും AB BC CD EE. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാനുള്ള ഐഡിയ ആണ്. ഈ ഇപ്പൊ ഷേക്സ്പിയറിയനും സ്പെൻസറിയനും ഷേക്സ്പിയറിയൻ ആകുമ്പോൾ AB പിന്നെ CD EF അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് AB കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെറ്റർ D കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ C ആണ്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ സ്പെൻസറിയൻ ആകുമ്പോൾ AB കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെറ്ററിലല്ല ആ ലെറ്ററിൽ തന്നെയാണ് തുടങ്ങുന്നത്. അത്രയാണ് AB BC CD EE. അതായത് AB പിന്നെ അടുത്ത ലെറ്റർ CD EF GG അങ്ങനെയാണ്. ഓക്കെ. പിന്നെ ഇതിൽ സ്പെൻസറിയൻ സ്റ്റാൻസ എന്ന് പറയുമ്പോൾ 9 ലൈൻ. ഇതിൽ സ്പെൻസറിയൻ പിന്നെ എന്താണ് റൈം സ്കീം തന്നെ ഇല്ല. അതിനുശേഷം 9 ലൈൻ ആയാലും അവിടെ നിർത്തിയാണ് AB BC C. അപ്പൊ അത് നിർത്തിയാൽ സ്പെൻസറിയൻ സ്റ്റാൻസയും കിട്ടും. ഓക്കെ. ഇതൊക്കെയാണ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ഈ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചിട്ട് ഇതില് സ്പെൻസറിയൻ സ്റ്റാൻസ അത് ചുവപ്പ് മഷി കൊണ്ട്, അതുപോലെ ഷേക്സ്പിയറിയൻ സ്റ്റാൻസ അത് പച്ച മഷി കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ സ്റ്റാൻസ അത് ഒരു നീല മഷി കൊണ്ട്, അങ്ങനെ ഓരോ മഷിയൊക്കെ മാറ്റി അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസമായിട്ട് വായിക്കാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതൊക്കെ 5 or 6 ഉറുപ്പിന്റെ പെന്ന് വാങ്ങിച്ച നല്ലതായിരുന്നു. ഒന്ന് ഇത്ര പോരെ? ഇല്ല, ഇതിലൊന്നും പറയാനില്ലേ. അടുത്ത കാനറൈസേഷൻ ഉണ്ട്, നമുക്ക് അടുത്ത പോകാൻ ഉണ്ട്. അടുത്ത നാളെ രാവിലെ എടുക്കാം അല്ലെ? നാളെ രാവിലെ 5 മണിക്ക്. ഇന്ന് ചെറിയ പോയ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ. യെസ്, ഇന്ന് തുടക്കമായതുകൊണ്ട് പിന്നെ 2 പോയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബോറിംഗ് അവസ്ഥ വിചാരിച്ചിട്ടാണ്. യെസ്, ഓക്കെ എന്നാലേ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു.